പത്മകുമാർ നമുക്കൊപ്പം ശ്രീ ജെ.ആർ. പത്മകുമാർ 100-ൽ 101 കിട്ടുമെന്ന് UDF പറയുന്നു. ആ തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻ ഇടത് പക്ഷവും പറയുന്നത് ആ തരത്തിൽ തന്നെയാണ്. PV അൻവറിനെ പൊളിച്ചെടുക്കുന്നു, അൻവറും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു. ഇതിനകത്തൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്നും ഇടപെടണ്ട, ഇങ്ങനെ ഒരു ഈ രണ്ട് മുന്നണികൾക്കും പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൽക്കാലം ഈ കളിക്കളത്തിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണോ BJP? അങ്ങനെ BJP അങ്ങനെ ഒരു പ്രത്യേക തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് ഒന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. NDA ആണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. NDA തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെങ്കിൽ NDA കൂടിയിട്ട് ആ കാര്യം തീരുമാനിക്കണം. ആ NDA വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്മിറ്റി NDAയുടെ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടോ എന്നുള്ള കാര്യം അവിടെ തീരുമാനിക്കും. കാര്യം മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുന്നണികളുടെയും ആഗ്രഹം. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ കേരളത്തിന്റെ നമ്മുടെ ഇന്നത്തെ പ്രസന്റ് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇമ്പോർട്ടൻസും ഇല്ലാത്ത, നമ്മുടെ വികസന രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഈ കേരളത്തിലെ ഭരണത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഈ ജൂൺ 19 പ്രഖ്യാപിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഇത് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു അകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അവരുടെ കൊടുക്കൽ വാങ്ങലിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, അത് പരിഹരിക്കപ്പെടാൻ കഴിയാതെ വന്ന സമയത്ത് LDFൽ നിന്ന് തന്നെ രാജിവെച്ച് പുറത്തു വന്നിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാട്, ഇപ്പോ ലൂക്കോസ് പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന്റെ താല്പര്യമനുസരിച്ച് വന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ബുദ്ധിമുട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ. കാര്യം ഒരു രാഷ്ട്രീയമായി ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ എന്ത് വേണം ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ NDAയുടെ നിലപാടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ശ്രീ ജെ.ആർ. പത്മകുമാർ, പാലക്കാട് പോലെ BJPക്ക് NDAക്ക് ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലമല്ല. അനുയായികളുടെ എണ്ണം നോക്കിയാലും നിലമ്പൂരിന്ന് സമ്മതിക്കാം. പക്ഷേ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതൊരു KJP ആണ് ഭരിക്കാൻ പോകുന്നത്. നേരത്തെ PV അൻവർ പറഞ്ഞത് കേട്ടില്ല. അത് PV അൻവർ മാത്രമല്ല, അത് UDFും പറയുന്നു. CPMും BJPയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് BJP മത്സരിക്കില്ല. അങ്ങനെ CPMനെ സഹായിക്കാനുള്ള ഒരു ധാരണ നടത്തുന്നത്, അതിന് വേറെന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇനി പിറകെ വരാനിരിക്കുന്നേ ഉള്ളൂ. അത്തരത്തിൽ ഒരു വിഷയം ഈ കറങ്ങി നടക്കുന്നത് കൂടി BJP കാണുന്നുണ്ടാവില്ലേ? ഒരു അധ്യക്ഷ മാറ്റവും ഒക്കെ ഉണ്ടായതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരുപക്ഷെ പ്രവർത്തകരെങ്കിലും വിചാരിക്കില്ലേ അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാകണം പാർട്ടിയെന്ന്? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഞങ്ങൾ ഇതുവരെ NDA മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, ഈ കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വാർത്തകൾ കാണുന്ന ആളുകളാണ്. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, CPMും BJPയുമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസും BJPയുമായിട്ടോ ധാരണ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ വിശ്വസിക്കാൻ ഒരുപക്ഷെ അന്ധമായ കമ്മ്യൂണിസ്റ്റുകാരനും അല്ലെങ്കിൽ അന്ധമായ കോൺഗ്രസുകാരനും അല്ലാതെ വേറൊരു ജനാധിപത്യത്തിൽ അല്പമെങ്കിലും ജ്ഞാനമുള്ള ഒരാൾക്കും കഴിയില്ല. കാരണം ഒരു ഇന്ത്യ സഖ്യത്തിന്റെ, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരിനെ തകർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയിലെ ഘടകകക്ഷികൾ, ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം. കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെ പറയാൻ തന്നെ ഇവർ തങ്ങളിൽ മത്സരിക്കുന്നത് തന്നെ എങ്ങനെയാ? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ പരസ്പരം ചേരിയിൽ നിൽക്കുന്ന ഈ രണ്ട് കക്ഷികളും ഒരുമിച്ച് നിന്ന് BJP എതിർക്കും. അതാണല്ലോ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നത്. അതേ ഒരവസ്ഥ കേരളത്തിലുണ്ടായാൽ ഇവർ രണ്ടുപേരും ഒന്നിക്കും. അപ്പൊ ഒന്നിക്കാൻ താല്പര്യമുള്ളതും ഒന്നിക്കാൻ സാഹചര്യമുള്ളതും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുക്കും, അതിൽ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ അത് NDA പാലക്കാട് ഏറെ പ്രതീക്ഷയുള്ള BJPക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാടും ഇതേ ആരോപണം UDF ഉന്നയിച്ചു. എന്നിട്ട് BJPക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞപ്പോൾ ആ ആരോപണം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. BJPയിൽ ഏത് തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായി അകത്ത് എന്നൊന്നും ഞാൻ ചോദിക്കില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ആരോപണം വീണ്ടും UDF ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് മുൻകൂട്ടിയായിട്ട് മുന്നിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്.
അല്ല, അത് ആരോപണം. താങ്കൾ ഉന്നയിച്ച വാക്കിനെ ഞാൻ എടുക്കുകയാണ്. അത് ആരോപണമാണ്. ആരോപണം തെളിയിക്കാത്തിടത്തോളം കാലം അത് ആരോപണമായി തന്നെ നിലനിൽക്കും. ആരോപണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA ഏതെങ്കിലും ഒരു മുന്നണിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരരംഗത്ത് മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കാം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് മുന്നണി NDAയുടെ മുന്നണി യോഗം കൂടി തീരുമാനിക്കും. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി ഒരു പ്രസക്തിയുമില്ല. കേരളത്തിന്റെ വികസന രാഷ്ട്രീയത്തിൽ ഏതൊരു ഇടപെടലും നടത്താൻ പോകുന്നില്ല. കേരളത്തില് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് യാതൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇത് സംസ്ഥാന എക്സ്ചക്കറിൽ കുറെ നഷ്ടമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഇത് വിളിച്ചു വരുത്തിയ അൻവറിന്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് UDF കൂടെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. ഈ CPM-ഉം ഈ അൻവറും തമ്മിലുള്ള തർക്കമാണ് ഇതിനുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനപരമായ കാരണം. ഓക്കെ, ഞാൻ തിരികെത്താം. ശ്രീ ജയർപ്പൻ തിരികെത്താം. N. ശ്രീകുമാറിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ.